നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ക്യാമറ ഒക്കെ സൂപ്പർ ക്യാമറകൾ, നല്ല ഹൈ റെസൊല്യൂഷനിലുള്ള ക്യാമറകൾ. ഇതുകൊണ്ടുള്ള ഗുണം നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാനാവും. എന്നാൽ ഇതുകൊണ്ടൊരു മോശമുള്ള എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളെ ഫോണിൻ്റെ ക്യാമറയിലെടുത്ത ഒരു വീഡിയോ അത് നമ്മളെ സുഹൃത്തിന് അയച്ചു കൊടുക്കണമെങ്കിൽ വാട്സപ്പ് കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക നമുക്ക് നടക്കുകയില്ല. എന്നാൽ വെച്ചാൽ ഒരു നോർമലായിട്ടുള്ളൊരു 3-4 മിനിറ്റുള്ള വീഡിയോ 150-200 MB ഒക്കെ വരും. അത്രയും റെസൊല്യൂഷൻ കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ഈസി ആയിട്ട് കട്ട് ചെയ്യാണ്ട് വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രിക്ക്. അതും അല്ലെങ്കിൽ ഇത്രയും ഉയർന്ന ഫയൽ സൈസുള്ള കുറേ വീഡിയോ നമ്മളെ ഫോണിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ്. ആ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫോണിലുള്ള ഉയർന്ന ഫയൽ സൈസുള്ള വീഡിയോ ഒക്കെ അധികം ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട്, അതായത് ക്വാളിറ്റി ഒന്നും അധികം കുറയില്ല, പക്ഷേ അതിൻ്റെ ഫയൽ സൈസ് നമുക്ക് കംപ്രസ് ചെയ്യാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോൺ വീഡിയോ കംപ്രസർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ഇതിൽ കംപ്രസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണും, അതൊന്ന് ഞെക്കിക്കുക. ഇവിടെ നമ്മളെ സ്റ്റോറേജ് പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഫോണിലുള്ള എല്ലാ വീഡിയോ ഇവിടെ വരും. എല്ലാത്തിൻ്റെയും ഡ്യൂറേഷനും കാണിക്കും, സൈസും കാണിക്കും. ഇപ്പം ഞാനിപ്പോൾ കൂടുതൽ സൈസുള്ള ഒരു വീഡിയോ ഇരുന്നെടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫയൽ സൈസ് കാണാം. ഇവിടെ 314 MB ഫയൽ സൈസ് ഉണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെയാണ്. ഇനി നമുക്കിതൊന്ന് കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്യാൻ ഒറിജിനൽ റെസൊല്യൂഷനിൽ കംപ്രസ് ചെയ്യാം. അപ്പം ക്വാളിറ്റി തീരെ നഷ്ടപ്പെടുകയില്ല, ഒറിജിനൽ ക്വാളിറ്റി തന്നെ കിട്ടും. പക്ഷേ ഫയൽ സൈസ് അധികമൊന്നും കുറയില്ല. ഇനി താഴോട്ടൊന്ന് പോയാൽ ലോ ക്വാളിറ്റി സ്മോൾ ഫയൽ സൈസ്, കുറഞ്ഞ ക്വാളിറ്റിയിൽ കുറഞ്ഞ ഫയൽ സൈസിൽ നമുക്ക് കംപ്രസ് ചെയ്യാം. പിന്നെ മീഡിയം ക്വാളിറ്റി മീഡിയം ഫയൽ സൈസ്, അതും കംപ്രസ് ചെയ്യാം. കംപ്രസ് ഫോർ വാട്സപ്പ്, ഇത് ഈ വീഡിയോ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാനുള്ള പാകത്തിന് കംപ്രസ് ചെയ്ത് തരും. നമുക്ക് മെയിൽ ചെയ്യാനുള്ള പാകത്തിന് കംപ്രസ് ചെയ്യാം. ഇത് പിന്നെ താഴെ കസ്റ്റം ഫയൽ സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എത്ര MBയിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പിൻ്റെ 16 MBയിലേക്ക് ഇതൊന്ന് കംപ്രസ് ചെയ്യാം. പക്ഷേ അന്നേരം ഇതിന് ക്വാളിറ്റി വളരെ കുറയും. 314 MBയുള്ള 16 MBയിലേക്ക് കംപ്രസ് ചെയ്യുന്ന നേരം അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം കുറയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇത് കംപ്രസ് ചെയ്യാം. ഇത് കംപ്രസ് ആയി കുറച്ച് ടൈം എടുക്കും, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ വീഡിയോ ഇവിടെ കംപ്രസ് ആയി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒറിജിനൽ സൈസ് 314 MB ആണ്, കംപ്രസ്ഡ് സൈസ് 16 MB ആണ്, റെസൊല്യൂഷൻ എത്രയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അധികമൊന്നും ക്വാളിറ്റി ഇതിൻ്റെ പോയിക്കില്ല, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് സുഖമായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. നമുക്കിവിടെ ക്ലോസ് കൊടുക്കാം. ഇതെവിടെ ഉണ്ടാകുക എന്ന് വെച്ചാൽ, നിങ്ങളെ ഗാലറി ഓപ്പൺ ചെയ്താൽ അതിൽ പ്രോട്ടോൺ വീഡിയോ എന്നുള്ള ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ ക്രിയേറ്റ് ആയ ഫോൾഡറിൽ നമ്മൾ ആ വീഡിയോ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെടുത്ത ക്യാമറ ഫോൾഡറിന് ആദ്യം നമ്മളെടുത്ത് ഇതിൻ്റെ ഒറിജിനൽ ഡിലീറ്റ് ആക്കിയാൽ നമ്മളെ സ്റ്റോറേജ് ഫ്രീ ആവും. ഇതിങ്ങനെ തന്നെ നമ്മളെ വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ ആണെങ്കിലും അത് കംപ്രസ് ചെയ്ത് ഒരു നോർമൽ ഫയൽ സൈസിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1-2 സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.